അങ്ങനെ ഓസ്ട്രിയ വന്ന മഹാനെ കൊണ്ട് ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് പോവാണ്. എവിടേക്ക് നമ്മൾ പോകുന്നത്? ഹംഗറിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ബുഡാപെസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അന്നേരം പൊളിക്കല്ലേ? ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ കടന്നിട്ടില്ല. ഞങ്ങളിവിടെ കാലത്ത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതെ, പ്രഭാത കൃത്യങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ ഇടയിൽ. ഇപ്പൊ സമയം 6:51, അതായത് 7 മണി ആവണം. ഞങ്ങൾ കാലത്ത് 5 എന്താ ഓടി വരുന്നു രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാ. ഇത് ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ പെട്രോളിക്കും കയറിയതാ. അപ്പോൾ ഇവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂമിൽ കയറാൻ വേണ്ടി വന്നാൽ കിഡു ഹോട്ടൽ കേട്ടോ, റെസ്റ്റോറൻറ്റ്. കിഡു സാധനം. ഇത് ഓസ്ട്രേലിയ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങളുള്ളത് ഓസ്ട്രേലിയ വീട്ടിലേക്ക് പോണ റൂട്ടിലാണ്. തണുത്തയ്യ. ഇത് ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, കിഡു റെസ്റ്റോറൻറ്റ്. അവിടെ ഉണ്ടോ പിള്ളേർക്ക് ഉഴുത് വരാനുള്ളൊരു സാധനമുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഓടിയിൽ മുമ്പ് പിള്ളേർക്ക് നമ്മൾ ഉഴുത് വരാം. കിഡു സെറ്റപ്പ് അല്ലേ? ഞാൻ ആദ്യമായിട്ടുണ്ടോ ഇങ്ങനൊരു ബാത്റൂം ഇല്ല. ഇങ്ങനൊരു വിൻറ്റേജ് സെറ്റപ്പ് റെസ്റ്റോറൻറ്റിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അമ്പോ ടോയ്ലറ്റൊക്കെ കിഡുവാണല്ലോ. വുഡൻ സെറ്റപ്പിലുണ്ട് ടോയ്ലറ്റൊക്കെ. കിഡു സാധനം. ഇത് ടോയ് മെഷീൻ. നമുക്ക് പിക്ക് ചെയ്യാം, പൈസ ഇട്ടിട്ട് പിക്ക് ചെയ്യാം. ഇത് €1 നമുക്ക് ടോയ് കിട്ടുമോ? ഇത് ലക്കി ഡ്രോപ്പാണോ? കിട്ടുമോ? നീ ഇവിടെ നിന്നൊരു ചായ കുടിക്കണം. അങ്ങനെ ഞങ്ങൾ കയറി റെസ്റ്റോറൻറ്റിൽ ചായക്ക് വില കുറവായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഇത്രയും വില കുറഞ്ഞ ചായ കുടിക്കാൻ പറ്റില്ല. കുറഞ്ഞ ചായ കൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ വെച്ചു. കുറച്ചുകൂടെ എക്സ്പെൻസീവായ ചായ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം വേറെ സ്ഥലത്ത് പോയിട്ട്. എക്സ്പെൻസീവ്. ഇത് ഫുള്ള് പൈസ പൊട്ടിയുള്ള ട്രിപ്പാ. ചായ കുടിച്ചില്ല, അതാണ് സത്യം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, യൂറോപ്പിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് ഈ സ്റ്റേഷൻസ്. ട്രക്ക് സ്റ്റേഷൻ എന്താ പറയുക, ഈ പെട്രോൾ പമ്പുകൾ അവിടെ കണ്ടോ? ഗ്യാസ് സ്റ്റേഷൻ, അതാണ് അതിൻ്റെ പേര്. കണ്ടോ അവിടെ ട്രക്കുകൾ എടുക്കുന്നുണ്ടോ? ഇവരൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ട് നാളെ, അതായത് ഇവർ ഇങ്ങനെ വന്ന് നിർത്തിയിടും, പിന്നെ ഇവർ പോയ നേരത്ത് പോവും. ഗ്യാസ് സ്റ്റേഷനിൽ ചായക്കും മധുരം പോരാന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതേ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഒരു ബൈക്ക് ടീം വന്നിട്ടുണ്ട് ബാക്കിൽ. അവരൊരു ട്രാവലിൻ്റെ ട്രിപ്പ് വന്നിട്ടുണ്ട്. ചെറിയൊരു തണുപ്പ്. നിങ്ങൾക്ക് തണുക്കില്ലേ റോണിയ? അറിയാത്ത പോലെ നടക്കണ്ട, തണുക്കുണ്ട്. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിന് മുകളിൽ നമ്മുടെ പണ്ടത്തെ അത് BMW ബൈക്ക് കണ്ടിരിക്കുകയാണ്. എംബ്ലോട്ടിച്ചുണ്ട്. ഒറിജിനാണോന്ന് അറിയില്ല. ഒറിജിനാണെന്ന് തോന്നുന്നു. ഒറിജിനലായിരിക്കില്ലേ? കണ്ടിട്ടത് റിയൽ ബൈക്കാണ്. കൊള്ളാം. പക്ഷെ ആൾക്കാരെ വീഡിയോ എടുക്കാൻ പാടില്ല. പണ്ടത്തെ സത്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കിഡു ആംബിയൻസ്, കിഡു സംഭവം. അതുപോലെ തന്നെ പൈസയുണ്ട്, പേടിക്കണ്ട. എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ പൈസയുണ്ട്. കിഡു റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സീറ്റുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ വന്നപ്പോൾ ശ്രദ്ധിച്ചത് വണ്ടിയുള്ള സീറ്റില്ല, അതാണ്. ഇവിടെ ഒരു നമുക്ക് ചവിട്ടാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ചവിട്ടി, അതായത് ഈ സീറ്റിലിരുന്നിട്ട് ഇവിടെ ഹാൻഡിൽ ഇവിടെ നമുക്ക് ചവിട്ടാൻ പറ്റുന്ന സെറ്റപ്പ്. ഒരു വണ്ടിയുടെ സെറ്റപ്പ്. ചായ ഒന്നും ബുഡാപെസ്റ്റ്. സ്ലോവേനിയയുടെ ഒക്കെ അവസ്ഥ ഇത്രയും എല്ലാവരും വീഡിയോസ് ഇടാറുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രക്കിൽ 3 ട്രക്ക് വേറെ കയറ്റിക്കൊണ്ട് ട്രിപ്പിൻ്റെ ഇടയിൽ ഫുഡ് അടിക്കുക. ഞങ്ങൾക്കല്ല വെച്ചുന്നത്. ഒരു ചായ ഒന്നും കുടിച്ചിട്ട് ഒന്നായില്ല പറഞ്ഞത്. റോണിയുടെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് ഹൈവേ ആണ് കേട്ടോ. വണ്ടികളെ പടച്ചു പോകണുണ്ടോ? ഇതേ ഹൈവേന്ന് ഞങ്ങളിവിടെ റെസ്റ്റ് പ്ലേസ് കയറിയതാ. നമുക്കിങ്ങനെ വണ്ടി നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ? റാസ്റ്റ് പ്ലാസ്. അതായത് അവിടെ ട്രക്കുകളൊക്കെ കണ്ടോ. അവരൊക്കെ ഇങ്ങനെ ലോങ് ജേണി പോകുന്ന സമയത്ത് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. ട്രക്കുകൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ട്രിപ്പ് പോകുന്നവർക്കും ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഹൈവേ നിന്ന് നൈസായിട്ട് കയറി ഇവിടെ ഒതുക്കി ഭക്ഷണമൊക്കെ കഴിച്ച് വേണമെങ്കിൽ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഹംഗറിയിലേക്ക് കയറി. ഇത് ബോർഡർ ഉണ്ടോ? ഹംഗറി ബോർഡർ ആണ്. ദേ കഴിഞ്ഞു, ദേ പോണു. ഇതാണ് ഹംഗറി ബോർഡർ. എന്താ ഹുങ്കാനോ? ജർമ്മനില് ഹുങ്കാൻ. ഓ ഹുങ്കാൻ. അങ്ങനെ നമ്മൾ ഹംഗറി
ഹംഗറിയിലെത്തിയിട്ട് ആദ്യം കാണുന്നത് ഈ മഞ്ഞ പൂക്കളാണ്, കംപ്ലീറ്റ് മഞ്ഞപ്പൂക്കൾ. ഇത് മറ്റേ സാധനമാണ് കടുക്, കടുകോയിൽ കംപ്ലീറ്റ് കടുകോഴാണ് കേട്ടോ. ഇവിടുന്ന് അറ്റത്തേക്ക് അവിടെ അങ്ങ് അറ്റം വരെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗോതമ്പുണ്ട്. ഗോതമ്പാന്നാ പറഞ്ഞത്, ഗോതമ്പാണ് ദൈവത്തിന് അറിയാം. സംഭവം വൺ ഫീൽ അല്ലേ. കർണാടക പറഞ്ഞില്ല, ഇവനൊന്ന് കണ്ടിട്ട് കർണാടക പോലെ കുറെ നേരമായിട്ട് കർണാടക പറഞ്ഞിട്ടുണ്ട്. ഈ അറ്റം വരെ ഇത് പഞ്ചാബ് പോലെയൊക്കെ. ഹംഗറിയിലെ വില്ലേജ് സൈഡാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്യുവർ വില്ലേജ് സൈഡ്. അടുത്ത വ്ളോഗർ വന്നു. കടുക് പാടം, ഫുള്ള് കടുക് പാടം സംഭവങ്ങളാട്ടോ. അതായത് ഇവിടുത്തെ വീടുകൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് ലിത്വേനിയാട്ടോ സ്മരിച്ചേ. എനിക്ക് ലിത്വേനിയാണ് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടപ്പോൾ കംപ്ലീറ്റ് എനിക്ക് ലിത്വേനിയുടെ ഒരു ഫീലാണ് കിട്ടിയത്. അവിടെ ലിത്വേനിയയിലെ വീടുകൾ, ഇവിടുത്തെ വീടുകളൊക്കെ അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണിത്. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞത് പാക്കപ്പ് ആയി പോകുന്നു ഇവിടുന്ന്. ഇത് ഹംഗറി ഭാഷയിൽ ബാത്റൂം മോസ്ഡോക്ക് എന്താണെന്ന് ഞാൻ വായിച്ച സത്യമാണെന്ന് അറിഞ്ഞൂടാ, കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇതാണ് മോസ്ഡോക്ക്, ഇതാണ് സംഭവം. എല്ലാവരും മോസ്ഡോക്കിലേക്ക് വെക്കോ, എല്ലാവരും മോസ്ഡോക്കിലേക്ക് വെക്കോ. പിന്നെ പിന്നെ വാങ്ങിച്ചു. പോരാത്തതിന് ഓറഞ്ച്, മുന്തിരി, പിന്നെ എന്താ ഐസ്ക്രീം അത്രേ വാങ്ങിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾ കാറിൽ കയറിയിട്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കട്ടെ. ചോക്കോബാർ കിട്ടു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എല്ലാവരും വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് അടിയും പരിപാടികൾ കഴിഞ്ഞിട്ട് ഇനി നേരെ ബുദാപെസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വളരെ സേഫായിട്ട് ഹംഗറിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലോറിംഗ് പരിപാടികൾ കിടക്കും. ഇനി നമ്മൾ ബുഡാപെസ്റ്റിന്റെ ഒരു സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ഇത് ക്യാപിറ്റലാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റലാണ്, ഹംഗറിയുടെ ക്യാപിറ്റലാണ്. ബേസിലെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഹംഗേറിയൻ ഗേൾസ് ആണ് ഫസ്റ്റ് ഇംപ്രഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഹംഗറി കാണാനായിട്ട്. ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വന്നപ്പോൾ നല്ല അടിപൊളി ഫീലാണ്. അതായത് വില്ലേജ് സൈഡ് ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ക്യാപിറ്റൽ സിറ്റിക്ക് വന്നപ്പോൾ പൊള്ളി, ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടില്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്, സെന്റ് സ്റ്റീഫൻസ് ബസിലിക്ക. സെന്റ് സ്റ്റീഫൻസ് എന്തിന്റെ പ്രത്യേകത? ഒരു പള്ളി. ഹംഗറിയിലെ ഒരു വലിയ പള്ളി, ഓൾഡസ്റ്റ് പള്ളി. അതായത് ഹംഗറിയിലെ ഓൾഡസ്റ്റ് പള്ളിയാണിത്. വലിയൊരു പള്ളി. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല രസം കേട്ടോ. കാണാൻ ഇങ്ങനെ രസം എന്നാല് അത് ശരിയാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് വലിയ പള്ളി. പള്ളി ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫുള്ള് ദിവനാണ് ഉത്തരവാദി ഫുള്ള്. സോ ഇത് ഹംഗറിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയാണ്. ഇത് സെയിൻറ്റ് സ്റ്റീഫൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ബസിലിക്ക ചർച്ചാണ്. ഇത് നിയോ ക്ലാസിക്കൽ റോമൻ കാത്തലിക് ഒരു കത്തീഡ്രലാണിത്. 18th സെഞ്ച്വറി, ഇത് ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കപ്പെട്ടത്. നിങ്ങൾക്കിപ്പം കാണാം, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റോമൻ ആർക്കിടെക്ചറാണ് ഈ ഒരു കത്തീഡ്രലിനുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ അവന് അറിയുന്നതാണ്. ഇപ്പം തന്നെ യൂട്യൂബ് ഒക്കെ ചാറ്റിപ്പിടി നോക്കി കടിച്ചേറ്റി പറയുന്നതാണ് കംപ്ലീറ്റ് സാധനം. അതെ അതെ. സത്യത്തിൽ ഞാൻ വിചാരിച്ച മാതിരില്ല ഹംഗറി. സത്യം പറഞ്ഞാൽ വില്ലേജ് സൈഡ് കണ്ടപ്പോൾ ഹംഗറി കുറച്ച് ഒരു കുഞ്ഞു കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സിറ്റി കണ്ടപ്പോൾ ഞങ്ങളുടെ ഫീൽ മാറിയിട്ട് ഗംഭീര ഫീലാണ്. ഇവിടെ നല്ല തിരക്കാണ്, ഇഷ്ടം പോലെ ആൾക്കാർ. ക്രൗഡ് എന്ന് പറഞ്ഞാൽ അമ്മതിരി റോഡ്. അതായത് യൂറോപ്പിൽ വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ക്രൗഡ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹംഗറിയിലെ സിറ്റി ടൂറാണ് കേട്ടോ. സിറ്റി ടൂറിന് ഒന്നുമില്ല, നമ്മുടെ രാജ്യത്തൊന്നും കഴിഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റലിൽ വന്നിട്ട് ആ ക്യാപിറ്റൽ സിറ്റി മൊത്തത്തിലൊന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് പരിപാടി. ഞാൻ നോക്കിയത് വേറൊന്നുമില്ല. ഇവിടെ നല്ലൊരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ പള്ളിയിൽ, അതായത് മെയിനായിട്ടുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് ഒരു റിവറിലേക്ക് പോകണം. ഏതാ? ദാനൂബ് റിവറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഞാനിവരുടെ കൂടെ ഇങ്ങനെ പോകുന്നു, ഇവർ കൊണ്ടുപോകുന്നു. ഓ, പന്തലിച്ച് കിടക്കുന്ന ഒരു റിവറാണ് ദാനൂബ് റിവർ. ഒന്നുകൂടി പറയാം. അതായത് മൂന്ന് രാജ്യങ്ങൾ, ഓസ്ട്രിയ, ഓട്ടർഷ പോയി. അതായത് ഇപ്പോൾ കാണാൻ പോകുന്ന റിവറിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് 3 രാജ്യങ്ങളുടെ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഓസ്ട്രിയ, സ്ലോവേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഹംഗറി, 3 രാജ്യങ്ങളിലോ കടന്നു പോകുന്ന റിവർ കാണാനാണ് നമ്മളിപ്പോൾ പോണത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്,
മഞ്ഞ ടാക്സികൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടാക്സികൾ മഞ്ഞ, പക്ഷേ യൂറോപ്പിൽ മഞ്ഞ കളറിലെ ടാക്സികൾ ഞാനിവിടെ വന്നിട്ട് കാണാം. ഹംഗറിയിലാണ്. റോണി വേറെ എവിടെയെങ്കിലും മഞ്ഞ കളറിലെ ടാക്സി ഉണ്ടല്ലോ? ഞാനും ഇവിടെ വന്നിട്ടാണ് ഒരു യുണീക്ക് കളർ ടാക്സിക്ക് ആണെന്ന് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട്, അതായത് മഞ്ഞ കളറിൽ കിഡൊരു കാറ് ദേ പോകുന്നൊരു കിഡൊരു കാറ് പോയി. നല്ല കറക്റ്റ് സമയം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വീഡിയോ മുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വന്നുകൊണ്ട് ഫെറാറിയാണ് ഇപ്പം പോയ ഫെറാറി. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വന്നു കണ്ട ഫെറാറി. അതും ഹംഗറി വരെ എത്തേണ്ടി വന്ന ഫെറാറിയാണ്. ഇനി നമ്മുടെ ഹംഗറിയിൽ വന്നിട്ട് ഭയങ്കര വെറൈറ്റി തോന്നിയ സംഭവം ട്രാമാണ് കേട്ടോ. ട്രാം ഞാൻ കണ്ടിട്ടുണ്ട് ലക്സംബർഗിൽ പോയപ്പോൾ. പക്ഷേ ഇവിടെയാണിത് പഴയ വിൻറ്റേജ് സ്റ്റൈൽ. വിൻറ്റേജ് സ്റ്റൈൽ ട്രാമിനൊരു സ്റ്റേഷൻ ഉണ്ട്. നടു റോഡ് കൂടി പോകാം. നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഈ ട്രാമിൻ്റെ സൈഡ് കൂടിയൊക്കെ നമ്മൾ കാർ ഓടിക്കുന്നുണ്ടാവുക. ട്രാം ആ വഴിക്ക് നടന്നു പോകാൻ ട്രാം വഴിക്കുമ്പോൾ കൊണ്ടിരിക്കും. ദേ വരുന്ന അടുത്ത ട്രാം. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. ഫുഡ് അടിക്കണം. അതിനേക്കാളും മുന്നേ ഫുഡ് അടിക്കാൻ വേണ്ടി പോകുമ്പോഴാണിത് വലിയൊരു ജൈൻറ്റ് വീല്. വേറെ വെറൈറ്റി ഐറ്റം കണ്ടോ നേരെ ഫ്രണ്ടിൽ? കൊള്ളാല്ലേ? ഞങ്ങളിവിടെ നടന്നൊരു പാർക്കിലെത്തിയോ, കിടിലം പാർക്ക്. അവന്മാരവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. കിടിലം പാർക്ക്. ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ സ്കേറ്റിങ്ങും പരിപാടികളും. പിള്ളേർ അവിടെ ഒരു സെറ്റ് പിള്ളേർ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയ സ്ഥലം മറ്റേ പാർക്കൂറല്ല, മറ്റേ സ്കേറ്റിങ്ങിൻ്റെ സെറ്റപ്പിൽ കംപ്ലീറ്റ് ഇവിടെ പിള്ളേർ ഇത് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ടീം, അവിടെ ടീം. നൈസ് വൈബ് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സംഭവം ഇത്. പിന്നെ ഓൾറെഡി യൂറോപ്പിൽ എക്സിസ്റ്റിംഗ് ആണ്. പൊളിയാണ് പരിപാടി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കൾച്ചർ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ ഉണ്ട്. തൃശ്ശൂർ ടൗണിലൊക്കെ പിള്ളേർ ഇപ്പോൾ ഈ കൾച്ചർ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കൊള്ളാം. ചെക്കൻ അടിപൊളി. സത്യം പറഞ്ഞ പിള്ളേർ മരണ പ്രാക്ടീസിലാണ് കേട്ടോ. ഈ കിട പഠിക്കാനുണ്ടല്ലോ. ഈ കൊച്ച് പഠിക്കാനുണ്ട്. ഈ കൊച്ച് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ എടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇവിടെ കാണാൻ വന്നു. പക്ഷെ നൈസ് വൈബ്. ഇതിനൊരു ധൈര്യം തന്നെ വേണം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന മാതിരില്ല. സ്കേറ്റിങ് ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം വേണം. കാരണം മിനിറ്റ് വീണുകൊണ്ടിരിക്കുക. എഴുന്നേൽക്കുക വീണ്ടും ചെയ്യുക. നല്ല ധൈര്യം വേണം. കൈയും കാലൊക്കെ ഓടിയുണ്ട്. അവിടെ ഒരു ക്രാവുണ്ട്. അവിടെ ഒരു പെൺകുട്ടി എല്ലാം സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. നീപ്പാഡും ഹെൽമെറ്റൊക്കെ. ദിവന്മാരൊക്കെ മിനിറ്റ് വീണുകൊണ്ടിരിക്കുക. അതായത് ഒരുത്തങ്ങനെ ചെയ്യും, വീഴും എന്നിട്ട് എഴുന്നേൽക്കും വീണ്ടും ചെയ്യും. നല്ല ധൈര്യം വേണം. അതായത് ധൈര്യമല്ല, വേദന സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി വേണമല്ലോ. എന്തായാലും ഞാൻ ലിത്വാനിയയിൽ ഇങ്ങനത്തെ സ്കേറ്റിംഗ് കണ്ടിട്ടില്ല. ജർമ്മനിയിൽ കണ്ടിട്ടില്ല. ഓസ്ട്രേലിയ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളില്ലാണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റി. യൂറോപ്പിൽ എവിടെ പോയാലും നമ്മുടെ മെയിൻ ഭക്ഷണം KFC അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ബർഗർ കിങ്. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള മെനു നോർമലായിരിക്കും. അതിനേക്കാളും നമുക്കിത് കഴിച്ച് ശീലമുണ്ടാവുക ആകെ ഇത് മാത്രമാണ്. പിന്നെ ഞങ്ങൾ ഒതൻറ്റിക്കായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോകും വേറെ. പക്ഷേ ഇപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടിത് എല്ലാവരും ഇത് വളരെ ചീപ്പാണ്. സത്യം. അതുകൂടി എടുത്ത് പറയണല്ലോ, ഇത് വളരെ ചീപ്പാണ്. അപ്പം നമുക്ക് ഇനി ഫുഡ് അടിച്ചിട്ട് കാണാം. വയറും നിറഞ്ഞു. ഇനി ഒരു ഉറക്കം. നല്ല വെയിലുണ്ട്. മടുത്ത് സത്യം കിട്ടും. അതുകൊണ്ടാണ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാം. റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വൈകുന്നേരം വന്ന് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അത് നല്ലത്. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് വിടാം. അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടാ. ഞാൻ അതിൻ്റെ ഇടയിൽ കാറിൽ കിടന്ന് സുഖമായിട്ട് കുറച്ചേരം അവിടെ ഉറങ്ങിപ്പോയി. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി രാത്രി ഫുഡ് ഉണ്ടാക്കാൻ. ഞാൻ സുന്ദരമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്കൊരു എനർജി വന്ന കാലത്തൊട്ട് ഞാൻ അത്ര എനർജിയിലൊന്നും ആയിരുന്നില്ല. ഒന്ന് ടയേർഡിലായിരുന്നു. ഇപ്പം എനർജിക്ക് ഇപ്പം സെറ്റായി. ഞങ്ങളുടെ റൂമുള്ളത് ഇവിടെയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ റൂം വരുന്നത്. മൈക്ക് ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നത്. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് കയറണം. അവരവിടെ കയറാനുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായിരിക്കും? മറ്റേതായിരിക്കും. കോഡ് അടിച്ചു കൊടുക്കണമായിരിക്കും കയറണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിലേക്ക്. ഇത് ബുക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഓയോ അല്ല, BNB ചെയ്തിട്ടുള്ള. നല്ല കിഡ് വിൻറ്റേജ് ലുക്ക്. ഇതാ അവർ തുറന്ന ഉള്ളിൽ കയറി. നമുക്ക് ബാഗ് എടുത്തോണ്ട് അല്ലേ. ഇത് ഇവിടെ നമ്പർ ലോക്ക് ഉണ്ട്. മെയിൻ ഡോറിനൊരു ലോക്ക്, അത് കഴിഞ്ഞ് ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലോക്ക്. അതായത് ഇവിടെ മെയിൻ ഡോറിനൊരു ലോക്ക്, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് താക്കോൽ എടുക്കാനല്ലത്, കീ എടുക്കാൻ വേണ്ടി വേറൊരു ലോക്ക്. കിഡ് സെറ്റപ്പ് അല്ലേ. താക്കോല് കിട്ടി. അതായത് മറ്റേ സെറ്റപ്പ് ഇവിടെ ആളൊന്നും വരില്ല. നമ്മൾ തന്നെ വരുന്നു, ചെക്കിൻ ചെയ്യണുണ്ടോ. നമ്മൾ തന്നെ വന്നു. അയ്യോ അതടഞ്ഞു പോയി. നമ്മൾ തന്നെ വന്ന് ചെക്കിൻ ചെയ്യുന്ന പരിപാടി. അതടഞ്ഞു. ഇവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കാൻ പോണത്. നമ്മൾ തന്നെ നൈസായിട്ട് നല്ല ഫീലുണ്ട്. നല്ല ഫീലുള്ള സ്ഥലം. നമ്മൾ തന്നെയാണ് സെൽഫ് ചെക്കിനും കാര്യങ്ങളൊക്കെയാണ്. ഇറങ്ങിയ പുളിയെന്ന് പറയുന്നത് പുളിപ്പുളി. അത് ഇതാണ് നമ്മുടെ റൂം വരുന്നത്. കിടു വൈബ് സ്ഥലം.
സൂപ്പർ സ്ഥലം, എൻ്റെ വൈബ് സ്ഥലം. ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് ആദ്യം നിൽക്കണ്, റൂഫ് ടോപ്പിൽ. പുളി 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 അമ്പോ. പിന്നെ 5 പേർക്ക് പൊളി വൈബ് സാധനം. ഇത് മരിക്കും ഞങ്ങളിന്ന്. കിടു സ്ഥലം കേട്ടോ, കിടു സ്ഥലം. പില്ലറ്. ആ ഓക്കെ. ഓ ആ അതിൽ ഫ്രൈ ചെയ്തെടുക്കാലോ. ആ ആ ഓക്കെ 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 ഓക്കെ. ബാക്കി എല്ലാ സെറ്റപ്പ് അടിപൊളി. റൂം അടിപൊളി കേട്ടോ, അടിപൊളി റൂം, കിട്ടുന്ന റൂം പൊളി. ഇനി നമുക്ക് പോയിട്ട് അവരെ വിളിച്ചിട്ട് വരാം. റൂഫ് ടോപ്പ് നൈസായിട്ട്. ആ ശരിയല്ല, ഇത് ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്ന്. സത്യം സത്യം. ആ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ മൊത്തം ഈ ഒരു ഏരിയ തന്നെ. ആ ഈ ഒരു ഏരിയ ഫോട്ടോയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു സെറ്റപ്പ്. നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഹംഗറി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇനിയിപ്പോൾ ഇന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കാൻ. സാർ ഇന്നെന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ സ്പോട്ട് ചിക്കൻ ഗ്രില്ല്, പുഴുങ്ങിയ ചിക്കൻ. ഇതെന്താണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞറിയാം അല്ലേ? എന്താണെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ചു നേരം അല്ലേ, കുറച്ചു നേരം ഞങ്ങൾക്ക് പുറത്തേക്ക് വരണം. അതിനേക്കാളും മുന്നേ റെഡി ഒന്ന് വിചാരിക്കും. ബാക്കി സെറ്റപ്പ് ഓക്കെ, ഇതിപ്പോ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ബാക്കി സെറ്റ്. ഇവിടെ വന്ന് കുളിച്ചൊന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് നൈറ്റ് വാക്കിന് ഇറങ്ങാൻ വെച്ചാൽ ഒടുക്കത്തെ പൊടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പൊടിക്കാറ്റ്. നോക്ക്, വെറുതെ കുളിച്ചു വരെ ഒടുക്കത്തെ പൊടിക്കാറ്റ്. ഞാൻ എൻ്റെ ജാക്കറ്റ് എടുക്കട്ടെ, തണുക്കുണ്ട്. എല്ലാവരും ജാക്കറ്റ് ഇട്ടു, ഞാൻ മാത്രമേ ഇടാത്തുള്ളൂ. വിചാരിക്കുമ്പോൾ അല്ലാട്ടോ, നല്ല തണുപ്പുണ്ട്. പോരാത്തതിന് നല്ല കാറ്റും ഒരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. നല്ല മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ നൈറ്റ് ഹംഗേറിയൻ ലൈഫല്ല, നൈറ്റ് ഹംഗറിയിലൊരു സെറ്റപ്പ്. നല്ല രസമുണ്ടല്ലേ? സൺസെറ്റൊക്കെ ഒന്ന് ആയി വരുന്നത്. സൺസെറ്റ് ആയി 8 മണിയാണ് സാധാരണ നോർമലി ഇപ്പോഴത്തെ സൺസെറ്റ് ഇവിടെ യൂറോപ്പിൽ പൊതുവെ. അതന്നെ ഞങ്ങൾ പുറത്തിറങ്ങി 8 മണി കഴിഞ്ഞു. അതാ പോണു നമ്മുടെ ട്രാം. ആഹാ എന്ത് രസമാണ് ട്രാം കാണാൻ. ട്രാം അടിപൊളിയുണ്ട് അല്ലേ? നൈറ്റ് ഫുള്ള് കബാബ് ഷോപ്പ് അല്ലേ? ഏത് യൂറോപ്യൻ രാജ്യത്ത് പോയാലും നൈറ്റ് ഫുള്ള് കബാബ് ഷോപ്പാ. വലിയ വ്യത്യാസമൊന്നുമില്ല. നൈറ്റിൽ ഹംഗറിയിൽ വ്യൂ ഉണ്ട്, കിട്ടുമല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ പോകണമെങ്കിൽ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുള്ള ഇതാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി പരിപാടി. ഇത് വീണ്ടും ട്രാമാണ് എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര അട്രാക്ഷനായിട്ട് പുതിയ സംഭവമായിട്ട് തോന്നിയ സംഭവം. നല്ല തണുപ്പാണ്, വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇത്രയും തണുപ്പ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. തണുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവരെ ഗൂഗിൾ വെതർ ഞങ്ങളെ ചതിച്ചു. ഗൂഗിൾ വെതർ ചതിച്ചു. 20 ഡിഗ്രി ടെമ്പറേച്ചർ കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് നല്ല തണുപ്പുണ്ട്. അതായത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രം ടീഷർട്ട് ഇട്ട് നടക്കുക, ഇവിടുത്തെ ആൾക്കാരൊക്കെ ജാക്കറ്റ് ഇട്ട് നടക്കുക. അപ്പം ഞങ്ങൾ ആലോചിച്ചത് എന്തെങ്ങനെയാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ റോണി? ഇപ്പോഴാണ് മനസ്സിലായത് ഇവരെന്തിനും ജാക്കറ്റ് നടന്നത്. ഇപ്പം ഞങ്ങൾ നാളത്തേക്കുള്ള ബസ് ടിക്കറ്റ് എടുക്കുകയാണ്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബസ് ടിക്കറ്റ് അല്ല, ട്രാം ബസ്സൊക്കെ കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് നമുക്ക് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നാളെ സമയം വരെ ഉപയോഗിക്കാം, കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതേ അവിടെ ടിക്കറ്റ്. ഇനി ട്രാം ബസ് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ അല്ല, ആ പൈസക്ക്. ഇതാണ് കാർഡ്, ഇതാണ് നമ്മുടെ ട്രാവൽ കാർഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രാമിൽ കയറാൻ പോകണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ഹംഗറിയിലെ ട്രാമിൽ ഇറങ്ങാം. നമുക്ക് പോയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ട്രാമിൽ ഇറങ്ങാൻ പോണത്. വായോ, നമുക്ക് ഹംഗേറിയൻ ട്രാമിലായിട്ട് വരാം. മെട്രോ ആണ് അല്ലേ? ആ ട്രാമല്ല, മെട്രോ. ഓ ഓക്കെ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് മെട്രോ. അയ്യോ ഇതെന്ത് സ്പീഡോ! സീന് സാധനം. ഇത് വന്നൊരു വീഴ്ച എനിക്ക് പേടി. അയ്യോ സീന് സാധനല്ലേ? എൻ്റെ അമ്മയ്ക്കുണ്ട് സാധനം. ഒരു കുഴിയാണിത്, കുഴി. അങ്ങോട്ട് നോക്ക്, എൻ്റെ അമ്മ കിളി പോയി. സത്യം പറയല്ലേ, കിളി പോയിട്ടാ. സത്യമായിട്ട് ഒന്ന് കയറിയപ്പോൾ ഫസ്റ്റ് ഒന്ന് കയറിയപ്പോൾ കിളി പോയി. ഇതും ഒരു കുഴിയാണ് ഇത് പോണത്. ഞാൻ തിരിച്ചൊരു കുഴി പോകണം. എൻ്റെ അമ്മേ, എനിക്ക് ഇപ്പോഴെൻ്റെ ഉള്ളിൽ ഒരു ആന്തല്. ശരിക്കും ലിഫ്റ്റിൽ ആ എസ്കലേറ്ററിൽ ഫസ്റ്റ് ഒന്ന് കയറിപ്പുണ്ടല്ലോ, കിളിയൊന്ന് പാറി. ശരിക്കും കിളിയൊന്ന് പാറി. അയ്യോ, ഒരു കുത്തനുള്ള ഇറക്കായിരുന്നു അത്. ഇനി നമുക്ക് മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ
അല്ല ഇതിലും ഗൂഗിൾ മാപ്പ് നോക്കണല്ലോ പരിപാടി, ഗൂഗിൾ മാപ്പിൽ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ വന്നാൽ നീ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിനക്ക് താണ്ടെ ഇത് ട്രാമാണ്. ട്രാം 49-ഉം 47-ഉം 49-ഉം നിനക്ക് കയറാം. പക്ഷെ അത് കയറിയിട്ട് നീ കുറേ നടക്കാനുണ്ട്. നമുക്ക് ലിത്വാനിയയിലെ പോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ തന്നെ എല്ലാം കിട്ടും. ലിത്വാനിയയിൽ എങ്ങനെയാണ്, പക്ഷേ ജർമ്മനിക്കൊക്കെ ഒരു ആപ്പ് ഉണ്ട്, ഡോയ്ച്ച്ലാൻഡിൻ്റെ. ഓസ്ട്രേലിയ എന്താ അവസ്ഥ? ഓസ്ട്രേലിയൻ ആപ്പ് ഉണ്ടോ? ഓസ്ട്രേലിയ ആപ്പ് ഉണ്ട്. ഒബേബ ആപ്പ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹംഗറിയിൽ വന്നിട്ട് ആദ്യത്തെ മെട്രോ, നൈറ്റ് ലൈഫിൻ്റെ മെട്രോ കിട്ടി. അവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് രണ്ടുപേര് ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് കാണിക്കൂ. ഹായ് കാണിച്ചു. ഇതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്, കൊസോത്ത്. ഇറങ്ങാറായി. കൊസൂത്തെത്തി. ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ പാലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാലല്ലേ റോണിയ? ചെയ്യും ബ്രിഡ്ജ്. കിടു സാധനമാണെന്ന് തോന്നുന്നു. നൈറ്റ് വ്യൂ ആണ്. ഇത് കൊള്ളാലോ ഇവിടുത്തെ. ഇത് മറ്റേ പട്ടിയാണോ? ഇതെന്തൊരു സ്റ്റാച്യു? ഒരു കിടു സ്റ്റാച്യു ഇരിക്കുന്നുണ്ട് ഇവിടെ. എന്താണാവോ, ദൈവത്തിനറിയാം. ഇത് ഭയങ്കര സ്പീഡായി സാധനം. നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല. ജെറ്റ് വിട്ടാണോ പോവുക? കയറി നിന്നു. ദൈവമേ, താഴത്തേക്ക് നോക്കി ഞാൻ നമ്മുടെ കിളി കിടന്ന് പാറു. കുത്തുള്ള ഇറക്കണത്. ദൈവം, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാവണം. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കട്ടെ. കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അയ്യോ, ഒരു കുത്തിനുള്ള കയറ്റത്. ദൈവമേ, സത്യമായിട്ട് ഞാൻ എക്സാജറേറ്റീവ് പരിപാടിയല്ല, ശരിക്കും ഇതൊരു കുത്തിനുള്ള കയറ്റാണ്. പേടിയും. എനിക്ക് താഴത്തേക്ക് നോക്കാൻ പേടിയും വെള്ളയ്ക്ക് നോക്കാൻ പേടിയാവുക. ഇത്രയും ഹൈറ്റാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. എൻ്റെ അമ്മ, ചാടി കിടക്കട്ടെ. വേഗമാ ദീദി, ചാടി കിടന്നു. അയ്യോ, അത് ഹംഗറിൽ വന്നിട്ട് ഞാൻ ഏറ്റവും പേടിക്കുന്ന സാധനം എന്താ? താഴത്തേക്ക് ഇറങ്ങാനും കയറില്ല. എൻ്റെ അമ്മോ, പേടിയോ. അങ്ങനെ നമ്മൾ എസ്കലേറ്ററൊക്കെ കയറി നമ്മൾ എന്തോ ഒരു സ്ഥലത്തെത്തി. പാർലമെന്റ് അത്? ഓ പുളി. ഇതാണ് നമ്മുടെ പാർലമെന്റ്, ബുദാപെസ്റ്റിലെ പാർലമെന്റ്. കൊള്ളാട്ടോ, നല്ല ഗംഭീര വ്യൂ. നൈറ്റ് വ്യൂ വന്നപ്പോൾ നല്ല ഗംഭീര ഫീൽ കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ പുഴയിലെത്തി. കൊള്ളാട്ടോ, നൈറ്റ് വ്യൂ ഗംഭീരമാണ് ഇവിടുത്തെ. അങ്ങ് അപ്പുറത്ത് കാണുന്ന തൊട്ട് ഫുള്ള് വ്യൂ. എവിടെയാ? അവിടെയോ? ഓക്കെ. പുഴ നല്ല രസമുണ്ട് അല്ലേ? നൈറ്റ് വ്യൂ ഗംഭീര വ്യൂ, അടിപൊളി വ്യൂ. ഇവിടെ ഉണ്ടോ ക്രൂസ് ഷിപ്പ് വരുന്നത്? അതിലാണ് നാളെ ഞങ്ങൾക്ക് പോകാനുള്ളത്. പക്ഷെ രാത്രിയാണ് കേട്ടോ വ്യൂ ഉള്ളത്. ശരിയാ, നൈറ്റ് ലൈഫാണ് ഇവിടെ ഉള്ളത്. നൈറ്റ് വ്യൂ അടിപൊളിയാ. ദേ പോണു അമ്പു കിടിലൻ ക്രൂയിസ് പോണു. പൊളി. എന്ത് ലെങ്ത് അല്ല, നമ്മളതിലായിരിക്കും കയറി റോണിയ. അമ്പു പുളി. ഓ, നമ്മളിതേ ഒന്നല്ലെങ്കിൽ ദാ കാണുന്നത്, അല്ലെങ്കിൽ ദീ കാണുന്നത്. ഇതിലേതെങ്കിലും ഒരു ക്രൂസിലേക്ക് നമ്മൾ നാളെ കയറുക. എല്ലാം ആശാൻ പറയണ പോലെ ഇതാണ് ആശാൻ. കുറച്ചു നേരം തള്ളു കേട്ടോ. പാർലമെന്റ്. അതെ, പാർലമെന്റ് മണ്ടേ കാണുന്നതാണ് ഹംഗറിയുടെ കൊടി. ഈ കാണുന്നതാണ് ഏതോ രാജാവ്. ഇനി നമ്മളിത് ആ പാലത്തുനിന്ന് പോയിട്ട് ആ പാലത്തുനിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ കാണാൻ നമുക്ക് പോയിട്ട് അതും കൂടി കണ്ടിട്ട് വരാം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ തണുപ്പ് സഹിച്ചിട്ട് ഇതാ പാലം വരെ എത്തണം. ഇത്രയും തണുപ്പ് ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ ചതി ചെയ്ത്. ലേഡി ഓഫ് ബസറിക്കോ? സംഭവം തന്നെ പറ. ഫോൺ നോക്കി. ഇതാണോ ദാ കാണുന്നത്? ലേഡി ഓഫ് ബുദാപെസ്റ്റ്. ദാ സാധനം ദാ കാണുന്നത്. നിങ്ങൾ ദാ കാണുന്നത് അത് നമുക്ക് നാളെ കാണിച്ചു തരാം. നാളെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പള്ളി. അങ്ങനെ നൈറ്റ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോവുക. ഇനി എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചിട്ട് കിടന്നുറങ്ങുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. അത് ഭക്ഷിച്ചിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് നാളെ കാലത്ത് പോയിട്ട് നമുക്ക് അടുത്ത കാഴ്ച കാണാം. ഇപ്പം എനിക്ക് വീണ്ടും ഭയങ്കര പേടിയില്ലാത്ത പരിപാടി വരുന്നുണ്ട്. ദൈവമേ, വീണ്ടും കയറാൻ പോകണം നമ്മൾ. ഒരു ഇറക്കാണ്, ഇങ്ങനെ കുത്തിനുള്ള ഇറക്കം. റോണി വീടല്ലേ? ഇത്രയും ആയിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടോ. എൻ്റെ അമ്മോ, ഇതിന് സ്പീഡ് കുറവായിരുന്നു. ഈ എസ്കലേറ്റർ സ്പീഡ് കുറവായിരുന്നു. നേരത്തെ കണ്ട നല്ല സ്പീഡായിരുന്നു എസ്കലേറ്റർ. എന്തായാലും സമാധാനം എത്തിയോ. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും തീർന്നിട്ട് വീട്ടിലെത്തി. ഇനി ഭക്ഷിച്ചിട്ട് കിടന്നുറങ്ങാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ അടുത്ത വീട്ടിലാണ്. അപ്പം ശരി കേട്ടോ.